ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ മോഡലാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് നോർമലി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ അടുത്ത് വരുന്നൊരു ക്ലയൻറ്റ് അല്ലേ, നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് ആ ക്ലയൻറ്റ് എന്ത് ചെയ്യാണ്, അവർ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു അല്ലേ. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നു, ആ ക്ലയൻറ്റ് നമുക്ക് എന്ത് ചെയ്യാണ്, റിക്വയർമെൻറ്റ്സ് തരികയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അതായത് അവരുദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇന്ന ഫീച്ചേഴ്സ് ഉള്ളതാണ്, ഇന്ന ഓപ്ഷൻസ് വേണം, ഇന്ന കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വർക്കിംഗ് ഒക്കെ ഇതൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് നമുക്ക് ആദ്യം ആ ക്ലയൻറ്റ് തരും അല്ലേ. ആ റിക്വയർമെൻറ്റ്സ് വാങ്ങിക്കുന്നതാണ് സത്യത്തിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിലും ആദ്യം നമുക്ക് എന്താ വേണ്ടത്, റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്ത് നമ്മൾ ആ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് അവസാനം ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, ആ ക്ലയൻറ്റിന് നമ്മൾ ഡെലിവർ ചെയ്യണം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ റിക്വയർമെൻറ്റ്സ് കിട്ടി ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡെലിവർ ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റേജസ് നമ്മൾ റിക്വയർമെൻറ്റ്സ് വാങ്ങി അത് ഡെലിവർ ചെയ്യുന്നവരെ, സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്താൽ മാത്രം പോരാ, അത് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മെയിൻ്റനൻസും കൂടെ വരും അല്ലേ. ഭാവിയിൽ അതിനകത്ത് അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയർ അവസാനിക്കുന്നവരെ, അതായത് ആ സോഫ്റ്റ്വെയർ എടുത്ത് കളയുന്നവരെ അത്രത്തോളം കാലം എന്ത് ചെയ്യണം, അതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ ഡീൽ ചെയ്യണം. ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നമ്മളത് ഡീൽ ചെയ്യണം. മനസ്സിലായോ? സോ ഇതിനെയാണ് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ആയുള്ള ജനറിക് ഫ്രെയിം വർക്കാണ്. അതായത് ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് എങ്ങനെയാണ് ടൈലർ ചെയ്ത് ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കാണ് ആക്ച്വലി ഈ ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ നമുക്ക് വന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില പ്രൊജക്റ്റൊക്കെ എന്തായിരിക്കും, വളരെ ചെറിയ സൈസുള്ളതായിരിക്കും, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ലേ. ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള, സോഫിസ്റ്റിക്കേറ്റഡ് ആയുള്ള ആ ഒരു രീതിയിൽ വരുന്ന, അത്രയും സൈസ് വരുന്ന പ്രൊജക്റ്റുകളും വരാം, ഒരുപാട് മൊഡ്യൂളുകൾ ഉള്ളത് വരാം. പിന്നെ ഉള്ളത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് നോക്കണം അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി, മോഡേൺ ടെക്നോളജിയും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റൊബോട്ടിക്സും ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് അതിനനുസരിച്ച് മാറും അല്ലേ. അപ്പോൾ ബഡ്ജറ്റും എന്ത് തന്നെയാണ്, ഒരു പ്രൊജക്റ്റ് പാരാമീറ്ററാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഡ്യൂറേഷൻ, എത്ര ദിവസത്തിലാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. സോ നമ്മുടെ പ്രൊജക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈഫ് സൈക്കിൾ മോഡൽ, അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റിക്വയർമെൻറ്റ്സ് വാങ്ങി അത് ഡെലിവർ ചെയ്ത് മെയിൻ്റനൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്, അതിന് നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മോഡൽസ് ഇപ്പോൾ പഠിക്കും. ആ മോഡൽസും ഒപ്പം ഈ പറഞ്ഞ പോലെയുള്ള പ്രൊജക്റ്റ് പാരാമീറ്റേഴ്സും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ നമുക്ക് ഓരോ ടൈപ്പ് മോഡൽസ് നോക്കാം. ഫസ്റ്റത്തെ മോഡൽ എന്ന് പറയുന്നത് വാട്ടർഫാൾ മോഡലാണ്. വാട്ടർഫാൾ മോഡലിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം ചെയ്യുന്നത് ഒരു ലീനിയറായുള്ള ഓർഡറിലാണ്. അതായത് ഓരോ ഫേസസും, അപ്പോൾ ഈ ഫേസസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യത്തെ ഫേസിൽ എന്താണോ ഔട്ട്പുട്ട് കിട്ടിയത് അതായിരിക്കും രണ്ടാമത്തെ ഫേസിൻ്റെ ഇൻപുട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ ഫേസിൽ നമുക്ക് എന്ത് കിട്ടി, ആ ഔട്ട്പുട്ട് അടുത്ത ഫേസിലേക്ക് പോകുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റിക്വയർമെൻറ്റ്സ് ഒക്കെ വാങ്ങുന്നു. റിക്വയർമെൻറ്റ്സ് വാങ്ങിയതിന് ശേഷം പ്ലാൻ ചെയ്യുകയാണ് അല്ലേ. നമുക്കിത് ഏത് രീതിയിൽ ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആണ് നെക്സ്റ്റ് നടക്കുന്നത്. അതിനുശേഷം ഒരു ഹൈ ലെവൽ ഡിസൈൻ നടത്തും. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലോ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞ മോഡലിലേക്ക് വരും. അതിനുശേഷം കോഡിങ്ങും ടെസ്റ്റിങ്ങും, ഈ ഒരു ഓർഡറിൽ ചുരുക്കി പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് വാങ്ങുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, കോഡ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഓർഡറിൽ പോകുന്നതാണ് വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡും ആയിട്ടാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ റിക്വയർമെൻറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ പോകാവുന്നതാണ്. ഇനി ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റിക്വയർമെൻറ്റ്സ് നമുക്ക് ആദ്യമേ കിട്ടണം അല്ലേ. നമുക്ക് ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും പുതിയ റിക്വയർമെൻറ്റ്സ് വന്നാൽ ആഡ് ചെയ്യാൻ ഈ ഒരു പ്രൊജക്റ്റിൽ പറ്റില്ല.
അതായത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിലാണ് ഈ ഒരു മോഡൽ പറ്റുള്ളൂ. ഇൻ ബിറ്റ്വീൻ വന്ന് പറയുമ്പോൾ നമുക്ക് ആ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ഫോളോ ചെയ്യുന്നത് ബിഗ് ബാങ് തിയറിയാണ്. അതായത് സോഫ്റ്റ്വെയർ ഇവിടെ ഡെലിവർ ചെയ്യുന്നത് വൺ ഷോട്ടായിട്ടാണ്. അപ്പോൾ ഇതൊരു നല്ല റിസ്ക് ഉള്ള കാര്യം കൂടിയാണ്. ഇൻ കേസ് ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഫോർമൽ ഡോക്യുമെൻറ്റ്സ് ഇതിന് ആവശ്യമാണ്. ഓരോ ഫേസ് കഴിയും തോറും ഈ ഫോർമൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ഇൻഫോർമലി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഒരു വർക്കിംഗ് മോഡലിനെയാണ് നമ്മൾ ശരിക്കും പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടും റിക്വയർമെൻറ്റ് കിട്ടുന്നു, നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു, ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ക്ലയൻറ്റിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത് ഓക്കെ ആണോ, ഈ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ കൺഫേം ആക്കുന്നു. അപ്പോൾ ഒരു റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് വേറെ പുതിയ റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പിന് ആ വർക്കിംഗ് മോഡൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഇത് നോർമലി ഉപയോഗിക്കുന്നത് ഒരു ക്ലിയർ ആയുള്ള ഐഡിയ ഇല്ലാത്ത, അതായത് നമ്മുടെ കസ്റ്റമറിന് എന്തില്ല, ഒരു ക്ലിയർ ആയുള്ള ഐഡിയ ഇല്ല, ഒരു ഏകദേശ ധാരണ മാത്രമാണെങ്കിലാണ് പ്രോട്ടോടൈപ്പ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളൊരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുന്നു. വീണ്ടും അതിലെന്ത് ചെയ്യുന്നു, ഓരോ പണികൾ ഇങ്ങനെ ചെയ്ത് ക്ലയൻറ്റിനോട് ചോദിക്കുന്നു, ഓക്കെ ആണോ ചോദിക്കുന്നു, അല്ലെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്തിട്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം റിക്വയർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ക്വിക്കായാലൊരു ഡിസൈൻ ചെയ്യുന്നു അല്ലേ. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഈ സംഭവം എന്ത് ചെയ്യുന്നു, ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച്. അങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്, പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫസ്റ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോക്യുമെൻറ്റേഷനും ഇവിടെ കുറവാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. ഒത്തിരി പ്രോട്ടോടൈപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ കോസ്റ്റ് ഒബ്വിയസ്ലി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി ഇത് ക്വിക്ക് ആൻഡ് ഡേർട്ടി മെത്തേഡ് എന്നാ പറയാം. കാരണം ഇത് ക്വിക്ക് ഡെവലപ്മെൻ്റ് ആണ്, ക്വാളിറ്റി അല്ല ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പെട്ടെന്ന് സംഭവം കൊടുക്കുക, ക്വാളിറ്റിക്ക് വലിയ പ്രാധാന്യം ഇല്ല. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, റാഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, in this it is not a prototype that is built but actually product itself. ഇത് പ്രൊഡക്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ കേസ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റാപ്പിഡ് ആപ്ലിക്കേഷൻ മോഡലിൽ നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുത്തുകൊണ്ട് ചെയ്യും. അതായത് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ്, ഓരോ ടീമിന് ഓരോ മൊഡ്യൂൾസൊക്കെ കൊടുക്കും. ആ മൊഡ്യൂൾസൊക്കെ കൂടി അവസാനം ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ടീംസ് ഉണ്ടായിരിക്കും. ഈ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ടീംസ് ഉണ്ടായിരിക്കും. ഈ മൾട്ടിപ്പിൾ ടീംസ്, ടീം 1ഉം ടീം 2ഉം ടീം 3ഉം അങ്ങനെ ടീം N എണ്ണം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചെയ്തതൊക്കെ അവസാനം എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കും. അത്തരത്തിലൊരു മെത്തേഡാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ റീയൂസബിൾ ആയുള്ള കമ്പോണൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ പ്രൊജക്റ്റ് ടൈം എന്ത് ചെയ്യും, കുറയും. കാരണം മറ്റൊരു ടീമിലുള്ളവർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. N ടീംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് റീയൂസബിൾ ആയുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കസ്റ്റമറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഇനീഷ്യൽ സ്റ്റേജസ് എന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ കോസ്റ്റ് കുറവാണ് എന്നാണ് പറയുക. കാരണം ഇതിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ പല സ്റ്റേജസിലൂടെയൊക്കെ പോകുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്നായിട്ട് ക്വിക്ക്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. സോ അതൊക്കെയാണ് ഈ റാഡിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ടീം ലീഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ ക്ലോസ് ആയിട്ട് അല്ലേ, വളരെ ക്ലോസ് ആയിട്ട് ഡെവലപ്പേഴ്സിനോടും കസ്റ്റമേഴ്സിനോടും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്താ റാപ്പിഡ് ആപ്ലിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഐട്രേറ്റീവ് മോഡലാണ്. ഐട്രേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് പല ഇൻക്രിമെൻറ്റ്സ് ആയിട്ടാണ്. ഓരോ ഇൻക്രിമെൻറ്റും എന്ത് ചെയ്യും, അതിൻ്റെ ഓരോ ഇൻക്രിമെൻറ്റിനും എന്തുണ്ടായിരിക്കും, കുറച്ച് ഫങ്ഷണൽ ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എടുക്കുന്നു, ആദ്യത്തെ ബിൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഒരു ബിൽഡ് കണ്ടോ, കുറേ ഇൻക്രിമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സോഫ്റ്റ്വെയറിലെ ഫങ്ഷൻസ് ഇങ്ങനെ ചേർത്ത് പോവുക. അപ്പോൾ ഈ ബിൽഡ് 1 നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തു. ഇനി ബിൽഡ് 2 ആയപ്പോൾ എന്ത് ചെയ്തു, അത് സക്സസ് ആയി എന്ന് മനസ്സിലായപ്പോൾ രണ്ടാമത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ ചെയ്തു. അപ്പോൾ ഇതൊരു ഫീഡ്ബാക്ക് പാത്താണ്. ഓരോന്ന് കഴിയുന്തോറും എന്ത് ചെയ്യും, അപ്പോൾ ബിൽഡ് 1 എന്തെങ്കിലും ഫീച്ചർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും, ബിൽഡ് 2 ചെയ്ത് കാണും. ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അടുത്ത ഇതിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ പോകുന്നതാണ് ഐട്രേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഫീഡ്ബാക്ക് പാത്ത് ഇതിനകത്ത് ഉണ്ട് അല്ലേ. കാരണം കറക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫേസിലും കൊണ്ടുവരുന്നുണ്ട്. ഇനി ഓരോ റിലീസിലും എന്താണ്, ഒരു ഓപ്പറേഷണലായുള്ള പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആദ്യത്തെ ബിൽഡ് കഴിയുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി അല്ലേ, പിന്നെയാണ് അതിന് ഇന്ന ഫീച്ചേഴ്സ് വേണമെന്ന് പറയുമ്പോഴാണ് വീണ്ടും ആഡ് ചെയ്ത് പോകുന്നത്. ഇത് ചെറിയ പ്രൊജക്റ്റിനൊന്നും ആക്ച്വലി സ്യൂട്ടബിൾ അല്ല. പിന്നെ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യണം, ആദ്യം കൊടുക്കണം. പിന്നെ മാത്രമല്ല കസ്റ്റമർ ഇൻട്രാക്ഷൻസ് കുറവാണ്. ഇനി അടുത്തത് വി മോഡൽ. എന്തുകൊണ്ടാണ് അവിടെ കസ്റ്റമർ ഇൻട്രാക്ഷൻസ് കുറവാണെന്ന് പറയുന്നത്? കാരണം റിക്വയർമെൻറ്റ്സ് വാങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്ത് പോവുകയാണ് അല്ലേ. ചെയ്ത് പോയതിന് ശേഷം പിന്നെ നമ്മളൊരു ബിൽഡ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത റിക്വയർമെൻറ്റ്സ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനോട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുന്നില്ല. ഇനി വി മോഡൽ, ഇതൊരു വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു വേരിയൻ്റ് എന്നാണ് വിളിക്കുക. കാരണം ഇത് ഓരോ സ്റ്റേജിലും വെരിഫിക്കേഷനും വാലിഡേഷനും ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ടെസ്റ്റിങ്ങും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ മൊത്തം ബിസിനസ് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യാണ് കണ്ടോ. അപ്പോൾ അത് അക്സെപ്റ്റൻസ് ടെസ്റ്റ് എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ പാരലായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹൈ ലെവൽ ഡിസൈൻ, ലോ ലെവൽ ഡിസൈൻ, കോഡിങ് അല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഓരോ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ഹൈ ലെവൽ ഡിസൈനിൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ലോ ലെവലിൽ എന്ത് ചെയ്യുന്നത്, കമ്പോണൻറ്റ് ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. കോഡിങ്ങിൽ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പാരലായിട്ട് കണ്ടോ, യൂണിറ്റ് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. കമ്പോണൻറ്റ് ടെസ്റ്റിൻ്റെ കണ്ടോ എക്സിക്യൂഷൻ, ഓരോ ടെസ്റ്റിൻ്റെ എക്സിക്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പാരലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് വി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി ഷേപ്പ്ഡ് സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ആൻഡ് റിക്വയർമെൻറ്റ്സ് പ്ലാനിങ്ങിൽ എന്ത് ചെയ്യാണ്, പ്രൊജക്റ്റ് ആൻഡ് റിക്വയർമെൻറ്റ്സ് പ്ലാനിങ്ങിൽ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സും സ്പെസിഫിക്കേഷൻ അനാലിസിസും നമ്മൾ നടത്തുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കിടെക്ചർ ഓർ ഹൈ ലെവൽ ഡിസൈൻ, ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കണ്ടാണ് അല്ലേ. ഹൈ ലെവൽ ഡിസൈനും പിന്നെ അതുപോലെ തന്നെ ഒരു ലോ ലെവൽ ഡിസൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹൈ ലെവൽ ഡിസൈനിൽ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കുകയാണ്. ലോ ലെവൽ ആകുമ്പോൾ എന്താണ്, ഓരോ ആർക്കിടെക്ചറൽ കമ്പോണൻറ്റുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ എന്താണ് പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഇതെന്താ സംഭവം, നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പറേഷൻസ് നോക്കുന്നു, മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഓരോരോ എന്താ പറയുക ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ പോകുന്നത്. പിന്നെ സിസ്റ്റം ആൻഡ് അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത് മൊത്തം സോഫ്റ്റ്വെയർ സിസ്റ്റം ആ ഒരു എൻവിറോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതാണ്.
പിന്നെ ഉള്ളത് ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. ഇതിൽ ഓരോ മൊഡ്യൂൾസും ഇൻ്റർ കണക്ട് ചെയ്ത് കൂട്ടിച്ചേർത്ത് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് ടെസ്റ്റിൽ ചെയ്യുന്നത് എന്താണ്, ഓരോ മൊഡ്യൂൾസും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നു. കോഡിംഗ് പിന്നെ നമുക്കറിയാലോ എന്താണ്, അൽഗോരിതത്തിനെ സോഫ്റ്റ്വെയർ ആക്കി മാറ്റുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജസിൽ വരുന്നത് ഇതിനകത്ത് പ്ലാനിങ് അല്ലേ, വെരിഫിക്കേഷൻ വാലിഡേഷൻ എല്ലാം നടക്കുന്നുണ്ട്, പ്ലാനിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഓരോ ഡെലിവറബിളും എന്താണ് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ടെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് വഴി ട്രാക്ക് ചെയ്യുന്നുണ്ട് ഓരോ മൈൽ സ്റ്റോണും. ഇത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനും കുറച്ച് ഈസിയാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺകറൻ്റ് ആയുള്ള ഇവൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഐട്രേഷൻസും ഫേസസ് ഒന്നും നമുക്കിതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ബാക്കോട്ട് പോകാനൊന്നും പറ്റില്ല. ഓരോ ടെസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോകാനേ പറ്റുള്ളൂ അല്ലേ. തൊട്ട് മുന്നത്തെ സ്റ്റേജിലേക്ക് വീണ്ടും ബാക്കോട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഡൈനാമിക് ചേഞ്ചസ് ഒന്നും നമ്മുടെ റിക്വയർമെൻറ്റ്സിൽ വരുന്ന പിന്നെയുള്ള ചേഞ്ചസ് ഒന്നും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി റിസ്ക് അനാലിസിസും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. സോ ഇതാണ് വി മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വി മോഡൽ ഉണ്ട്. ഇതിൽ ഒരു മൊഡ്യൂൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത മൊഡ്യൂളിലേക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ് ചെയ്യുക. എന്ത് ചെയ്യുന്നില്ല, എല്ലാ മൊഡ്യൂൾസും എന്ത് ചെയ്യുന്നില്ല, കൂട്ടിച്ചേർത്ത് ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫങ്ഷനാലിറ്റി, നമ്മുടെ കോഡിൻ്റെ എക്സ്റ്റേണൽ ഫങ്ഷനാലിറ്റി എക്സാമിൻ ചെയ്യുകയാണ്. പ്രോഗ്രാം കോഡെല്ലാം എക്സാമിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് കോഡും കോഡ് സ്ട്രക്ചറും ഇൻറ്റേർണൽ ഡിസൈൻ ഫ്ലോയും ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് ക്ലിയർ ബോക്സ് അല്ലെങ്കിൽ ഗ്ലാസ് ബോക്സ് അല്ലെങ്കിൽ ഓപ്പൺ ബോക്സ് എന്നൊക്കെ. അപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്, സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ഉണ്ട്. സ്ട്രക്ചറിൽ വരുന്നതാണ് യൂണിറ്റ് കോഡ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്, യൂണിറ്റ് ഓർ കോഡ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ കോഡ് കവറേജ്, കോഡ് കോംപ്ലക്സിറ്റി. കോഡ് കവറേജിൽ വരുന്ന ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ചെയ്യണം അല്ലെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കണം. പാത്ത്, കണ്ടീഷൻ, ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങളുടെ കവറേജ് വരുന്നുണ്ട്. കോഡ് കോംപ്ലക്സിറ്റി ആണെങ്കിലോ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ആണ് ഇവിടെ വരുന്നത്. സോ ഇങ്ങനെയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ വരുന്നത്. ഇനി ഇത് ഓരോന്നും എന്താ നോക്കാം. സോ എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്താണ് സിമ്പിളായി ഒരു ടെസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. വൈറ്റ് ബോക്സും ബ്ലാക്ക് ബോക്സും ഒക്കെ എന്താണ്, ഓരോ ടൈപ്പ് ടെസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റിംഗ് ചെയ്യുന്നത് കംപ്ലീറ്റ് നോളജ് ഓഫ് ദ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ബോക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കമ്പോണൻസുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ആ സോഫ്റ്റ്വെയറിന് ഉള്ളിലുള്ള ഓരോ കമ്പോണൻസും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ആക്ച്വലി ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ടെസ്റ്റിംഗ് ആണ് ഈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം സോഴ്സ് കോഡ് എന്ത് ചെയ്യാണ്, അതായത് ടെസ്റ്റിംഗ് റിക്വയർസ് ഓൺലി സോഴ്സ് കോഡ് ഓഫ് പ്രോഡക്റ്റ്, നോട്ട് ദ ബൈനറീസ് ഓർ എക്സിക്യൂട്ടീവ്. സോഴ്സ് കോഡാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കോഡ്, ആ ഒരു സോഴ്സ് കോഡാണ് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ തന്നെയാണ്, മനുഷ്യന്മാർ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുക, എറേഴ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെസ്ക് ചെക്കിംഗ് ഓഫ് കോഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആ കോഡ് ആരാണോ എഴുതിയത് അവർ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ കോഡും ഡിസൈനും ഒക്കെ എന്ത് ചെയ്യും, ഡിസൈനൊക്കെ വെച്ചിട്ട് ഓക്കെ ആണോ എന്നുള്ളത് എന്ത് ചെയ്യും, ഇവർ കമ്പയർ ചെയ്തൊക്കെ നോക്കും. അപ്പോൾ ഇതിനകത്ത് എന്തില്ല, ഒരു പ്രോസസ്സോ സ്ട്രക്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ രീതിയിൽ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല.